നമസ്കാരം. കിയ അവരുടെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് കാർ സിറോസ് ഇ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കിയയുടെ മികച്ച വാഹനങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങൾ താരതമ്യേന കംപ്ലൈൻറ്റ്സ് വളരെ കുറവുള്ള വാഹനങ്ങളാണ്. അതാണ് ഈ ഒരു ബ്രാൻഡിനെ മറ്റ് ഇലക്ട്രിക് കാറുകളിൽ നിന്നും എടുത്ത് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, കിയയുടെ ഇലക്ട്രിക് കാറുകൾ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെത്ര റേഞ്ച് പറയുന്നു അതിനോട് ഏകദേശം അടുത്ത് റേഞ്ച് കിട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് റേഞ്ച് ആങ്സൈറ്റിയാണ്. ഇത്തരം കിയയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സ് താരതമ്യേന കുറവാണ്. പേഴ്സണലി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായതും അത് തന്നെയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി എത്രയോ പറയുന്നു, അതിനോട് ഏകദേശം അടുത്തൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ മാർക്കറ്റിൽ അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഇലക്ട്രിക് കാർ വരും എന്ന് കാത്തിരുന്ന ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് മഹീന്ദ്ര XUV 300 ഇലക്ട്രിക്, ടാറ്റ നെക്സോൺ EV ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് മറ്റൊരു വാഹനം വരികയായി. അതാണ് കിയയുടെ സിറോസ് EV. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന കിയയുടെ ഏറ്റവും മികച്ച ഒരു വാഹനമെന്ന് ICE വേർഷനിൽ നമ്മൾ അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം തന്നെയാണിത്, കിയയുടെ സിറോസ് EV. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയയുടെ ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന ലാംഗ്വേജിൽ, ഡിസൈൻ ലാംഗ്വേജിൽ ഒരുപാട് വാഹനങ്ങൾ ഗ്ലോബലി വരുന്നുണ്ട്. ഇലക്ട്രിക്കലാണെന്നുണ്ടെങ്കിൽ EV3 ഉണ്ട്, EV9 ഉണ്ട്, EV5 ഉണ്ട്, എക്സീഡ് ഉണ്ട്. ഇപ്പം കാരൻസ്, ക്ലാവിസ് EV ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ വാഹനങ്ങൾക്കും ഇത്തരത്തിൽ ഏകദേശം ഒരു ഇലക്ട്രിക് സെൻട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു മുഖഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വാഹനത്തിൻ്റെ ICE വേർഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു വാഹനത്തെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക്, നമ്മൾ ഓൺ പേപ്പർ എന്തൊക്കെയാണോ സ്പെസിഫിക്കേഷൻ അതിനെ മാറ്റി നിർത്തിയാൽ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പല ആളുകൾക്കും അതിൻ്റെ ലുക്ക് കണ്ട് ഇഷ്ടമായി വന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു വാഹനത്തിൽ കയറി ഇത് ഓടിച്ച സമയത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി, ബട്ടൺ ക്വാളിറ്റി, അതുമാത്രമല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഏറ്റവും പ്രധാനമായിട്ട് എന്നെ ഇമ്പ്രസ് ചെയ്തത് ക്യാബിൻ സ്പേസും വിസിബിലിറ്റിയാണ്. ഒരുപാട് ഗ്ലാസ് ഏരിയ ഉണ്ട്. നമുക്കൊരു കൺജസ്റ്റഡ് ആയിട്ടൊരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് വാഹനത്തിലിരുന്ന് പുറത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഓടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ്. അത് അങ്ങനെ ആരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടും ഉണ്ടാകില്ല. കാരണം പല ആളുകളും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കണ്ടപ്പോഴത്തേക്കും ആ ഒരു വാഹനത്തെ സെലക്ട് ചെയ്യാതെ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനം ഇലക്ട്രിക്കിലേക്ക് വരും എന്ന് 100% അന്നേ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ICE വേർഷനിലുള്ള ആ സെയിം പ്ലാറ്റ്ഫോമിനെ ഇലക്ട്രിക്കിലേക്ക് മാറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 4 മീറ്ററിന് താഴത്തേക്കുള്ള ലെങ്ത്തിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3995 മില്ലിമീറ്റർ ഈ ഒരു വാഹനത്തിന് ലെങ്ത് ഉണ്ട്. വിഡ്ത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1805 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1670 മില്ലിമീറ്ററാണ്. വീൽ ബേസ് ഏറ്റവും പ്രധാനമായിട്ട്, അതായത് ബാക്ക് സീറ്റൊക്കെ നമുക്ക് റിക്ലൈൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും കഴിയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2550 മില്ലിമീറ്ററാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 180-നും 190 മില്ലിമീറ്ററിനും ഇടയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ലഭിക്കും. ബൂട്ട് സ്പേസ് ആയിക്കോട്ടെ ആഡിക്വേറ്റ് ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രധാനമായിട്ട് കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് NMC ബാറ്ററി പാക്കാണ്. അതാണ് എടുത്തു പറഞ്ഞൊരു കാര്യം. NMC ബാറ്ററി പാക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ത്യൻ സാഹചര്യത്തിൽ NMC ബാറ്ററി പാക്ക് വരുമ്പോൾ അത് എങ്ങനെ പെർഫോം ചെയ്യും എന്നൊരു വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹ്യുണ്ടായുടെ ക്രെറ്റയുടെ EVയിലാണെന്നുണ്ടെങ്കിലും പിന്നീട് വന്നിട്ടുള്ള കിയയുടെ കാരൻസ്, ക്ലാവിസ് EV അതിലെല്ലാം NMC ബാറ്ററി തന്നെയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കംപ്ലയിൻസുകളോ ഒന്നും കാര്യമായിട്ട് റേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ട് നമ്മൾ ടാറ്റയുടെ കാറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻസിന് മുകളിൽ കംപ്ലയിൻറ്റ്, അത് റെക്ടിഫൈ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മഹീന്ദ്ര ഇലക്ട്രിക് വാഹനമായിട്ടുള്ള XUV 300 എന്ന് പറയുന്ന വാഹനം, അല്ലെങ്കിൽ 3XO എന്ന് പറയുന്ന ഒരു വാഹനം മഹീന്ദ്രയുടെ മറ്റ് ബോൺ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വാഹനം
തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു വാഹനത്തിനുണ്ട്. പ്രധാനമായിട്ടും 2 ബാറ്ററി പാക്കിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, അതാണ് എടുത്തു പറയേണ്ടത്. റിയർ വീൽ ഡ്രൈവ് അല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. 42 kWh ബാറ്ററി പാക്കും 51.4 kWh ബാറ്ററി പാക്കും. ഈ 42 kWh ബാറ്ററി പാക്ക് അതിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 443 കിലോമീറ്ററാണ്. പവർ എന്ന് പറയുന്നത് 135 bhp പവർ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ടോർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 255 Nm ടോർക്കാണ്. 42 kWh ബാറ്ററി പാക്കുള്ള ആ ഒരു വാഹനത്തിൻ്റെ മോട്ടോർ ജനറേറ്റ് ചെയ്യുന്നത്. റേഞ്ച് 443 ഒക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 400 കിട്ടും എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കിയയുടെ വാഹനങ്ങളുടെ റേഞ്ചൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഓൾമോസ്റ്റ് അവർ പറയുന്നതിനോട് അടുത്ത് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ 51.4 kWh ബാറ്ററി പാക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 171 bhp പവറാണ്. ടോർക്ക് സെയിം ആണ്. അതായത് 42 kWh ബാറ്ററി പാക്കുള്ള ആ ഒരു വേരിയൻറ്റിൻ്റെ മോട്ടറിൻ്റെ ടോർക്ക് എത്രയാണോ അത് 255 ആ സെയിം ടോർക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. 526 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ ഈ ഒരു ബാറ്ററി പാക്ക് നമുക്ക് ക്ലെയിം ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 526 എന്ന് പറയുമ്പോൾ 500 തീർച്ചയായിട്ടും ലഭിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫീച്ചറുകൾ വാരിക്കോരി ഈ ഒരു വാഹനം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഇതുവരെ വെളിയിലേക്ക് വന്നിട്ടില്ല, പക്ഷേ കമ്പനി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22 kWh ബാറ്ററി പാക്കുള്ള വേരിയൻറ്റ് AC ഫാസ്റ്റ് ചാർജിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 6.5 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ബാറ്ററി ചാർജ് ചെയ്യും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ 51.4 kWh ബാറ്ററി പാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറിനുള്ളിൽ 7 to 8 മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും ചാർജ് ചെയ്യുന്നതായിരിക്കും, ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 100 kW DC ഫാസ്റ്റ് ചാർജിങ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചർ വൈസ് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. പാനോറമിക് സൺറൂഫ് ഉണ്ട്, 360-degree ക്യാമറയുണ്ട്, എഡാസിൻ്റെ പ്രൊവിഷൻസ്. ഇലക്ട്രിക്കിലേക്ക് തീർച്ചയായിട്ടും അതെന്തായാലും കൊണ്ടുവരും. പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് നമുക്കറിയില്ല. 7 വേരിയൻറ്റിലായിരിക്കും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കോമ്പാക്ട് സൈസിൽ, വളരെ ബോക്സി ഷേപ്പിൽ ഒതുക്കമുള്ളൊരു വാഹനമാണ്. നല്ല വിസിബിലിറ്റി ഉള്ളൊരു വാഹനമാണ്. യാത്രാസുഖം നല്ലതാണ്, നല്ല സീറ്റിംഗ് പൊസിഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനത്തെ മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഡിസൈൻ ലാംഗ്വേജ് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം റോഡിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വാഹനത്തെ കണ്ട് ഒന്ന് വിലയിരുത്തുക. അതിൻ്റെ ബാക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും വാഗണാറിൻ്റെ ഒരു ശൈലിയോ അല്ലെന്നുണ്ടെങ്കിൽ സ്കോർപ്പിയോയുടെ ബാക്കിനോടൊക്കെ ഒരു സാദൃശ്യമൊക്കെ നമുക്ക് തോന്നി. ടാറ്റ സിയറുടെ ബി പില്ലറുമായിട്ടൊക്കെ സാദൃശ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും പ്രാക്ടിക്കലി ഈ ഒരു വാഹനം വളരെ മികച്ച വാഹനം തന്നെയാണ്. ICE വേർഷൻ ഓടിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.